വയനാട്ടിലെ പനമരം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രിയും കരടിയുടെ വിളയാട്ടം. വീട്ടിൽ കയറി പഞ്ചസാര പാത്രം എടുത്തുകൊണ്ടുപോയ കരടി കടയുടെ വാതിലും പൊളിച്ചു. നിലവിലെ സാഹചര്യത്തിൽ കരടി കാട് കയറുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പുള്ളത്. എല്ലാവരും വിളിച്ച് ഇറങ്ങി നോക്കുമ്പോൾ റൂമിൽ കയറി നോക്കുമ്പോൾ പഞ്ചസാരൊക്കെ ഇങ്ങനെ റോട്ട് കൂടാക്കി കൊണ്ടുപോയി. കാരക്കാമല മാങ്കാണി കുറിച്ച തറവാട്ടിലാണ് രാത്രി 10 മണിയോടെ കരടിയെത്തിയത്. സ്റ്റോർ റൂമിന്റെ വാതിൽ തള്ളി തുറന്ന പഞ്ചസാര പാത്രം എടുത്തുകൊണ്ടുപോയി. ഈ പ്രദേശം എന്ന് വെച്ചാൽ ഞങ്ങളുടെ തറവാട്ടിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെ കരടി ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്ന ഇതൊക്കെ ദൃശ്യങ്ങളാണല്ലോ കാണുന്നത്. ആ ഒരു പേടിയാണ്ടാണ് ഇന്നലെ അല്ലെങ്കിൽ ഈ കോളനിയിലുള്ള എല്ലാവരും ഇവിടെ എത്തുമായിരുന്നു. കുറച്ചു മാറി സോമശേഖരന്റെ കടയിലെത്തിയ കരടി വാതിൽ പൊളിച്ച് അകത്ത് കയറി. കള്ളനാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുമായിരുന്നു. പക്ഷെ ഇതെന്താ അതിന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതിലാന്ന് തോന്നുന്നു. ആ കട്ട ഇളക്കിയിട്ടുണ്ട്, ഇത് ഇളക്കിയിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒക്കെ ഇത് പറ്റിയിട്ടുണ്ട്. പുലർച്ചെയോടെ പനമരം പുഴയോരത്തെ കടയിലെ CCTVയിലും കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. പനമരം പുഴയോരത്തെ കടയിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ കരടിയുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത്. പുഴയോരത്തുകൂടി തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ 7-8 കിലോമീറ്റർ കൊണ്ട് വനമേഖലയെത്തും. അതുകൊണ്ട് തന്നെ കരടി വനത്തിലേക്ക് കയറുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വനം വകുപ്പ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലിലേക്ക് പോയ ശേഷം അതിഥികളിലേക്ക് എത്താം. കമൽ, ഈ വയനാട് ജില്ലയിലെ മൂടക്കൊല്ലിയിൽ ഇന്നലെ രാത്രിയിൽ കടുവ ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. കരടി മറ്റൊരു ഭീതിയായി നിലനിൽക്കുന്നു. ഇത് പുതിയ സംഭവമല്ല, എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ കരടിയെ പിടികൂടുന്നതിൽ എന്ത് പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്? ഒപ്പം കടുവ വന്നു പോയതിന് ശേഷമുള്ള വനം വകുപ്പിന്റെ ഇടപെടലും നാട്ടുകാർക്ക് ഉണ്ടാകുന്ന ഭീതിയുമൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. പ്രജീഷ്, കരടിയുടെ കാര്യമെടുത്താൽ ഏതാണ്ട് 3 ദിവസമായി 70 മണിക്കൂറിലധികമായി കരടി ജനവാസ മേഖലയിലുണ്ട്. പക്ഷേ കരടി ഒരു സ്ഥലത്തും നിൽക്കാതെ തുടർച്ചയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മാനന്തവാടി നഗരസഭയിലൂടെ വന്ന് ഇടവക പഞ്ചായത്ത്, വെള്ളമുണ്ട പഞ്ചായത്തിലെ പല ഭാഗങ്ങളും കടന്ന ഇന്നലെ രാത്രി പനമരം പഞ്ചായത്തിലെ പ്രദേശങ്ങളിലാണ് ഈ കരടിയുടെ സാന്നിധ്യം ഉണ്ടായത്. എവിടെയും അത് മനുഷ്യന് നേരെ ഒരു അക്രമ സ്വഭാവം കാണിച്ചില്ല. വളർത്തുമൃഗങ്ങളെയും ഒന്നും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ചില സ്ഥലത്തൊക്കെ അടുക്കളവാതിലൊക്കെ പൊളിച്ച് ഭക്ഷണ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ഭീതിയിലായി. വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ദിവസം മുതൽ, ആദ്യ ദിവസം തന്നെ തിരച്ചിൽ നടത്തി, രണ്ടാമത്തെ ദിവസം മുതൽ തന്നെ മയക്കുവെടി സംഘം അടക്കം കരടിയെ പിന്തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യം പകൽ സമയത്തൊന്നും ഒത്തുവന്നില്ല. ഇന്നലെ ആണ് പകൽ സമയത്ത് കരടിയുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ അടക്കം ചിത്രീകരിച്ചത്. ആ സമയത്ത് ആൾക്കൂട്ടം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മയക്കുവെടി വെക്കാൻ പെട്ടെന്ന് സാധിച്ചില്ല. അപ്പോഴേക്കും ഇരുട്ടാവുകയും ചെയ്തു. ഇന്ന് രാവിലെ ഈ പനമരം മേഖലയിലാണ്, ഇന്ന് രാവിലെ 3:50 അവസാനത്തെ CCTV ദൃശ്യം ലഭിച്ചത്. അത് പനമരം പുഴയുടെ അടുത്താണ്. അവിടെ നിന്ന് ഈ പുഴയോരത്തൂടെ സഞ്ചരിച്ചാൽ വളരെ പെട്ടെന്ന് വനത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ആ 3:50 ശേഷം എവിടെയും കരടിയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. ഇന്നും തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് വനത്തിലേക്ക് കയറി പോയിട്ടുണ്ടാകാമെന്നൊരു നിഗമനത്തിലാണ് വനം വകുപ്പ്. കടുവയുടെ പ്രശ്നം എടുത്താൽ പലയിടത്തും വീണ്ടും കടുവയുടെ സാന്നിധ്യമുണ്ട്. ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെയാണ് ഈ കടുവ അതിൻ്റെ പ്രജനന കാലത്ത് സ്ഥിരമായി നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കുന്നത്. വാഗേരിയിൽ നിന്ന് ഒരു കടുവയെ പിടികൂടി അവിടെ മൂടക്കൊല്ലിയിൽ വീണ്ടും ഇന്ന് കടുവ ഇറങ്ങി. 3ാമത്തെ തവണയാണ് ഒരേ ഫാമിൽ നിന്ന് പന്നിയെ വേട്ടയാടുന്നത്. അവിടെ കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കൂട്ടിലൊന്നും കടുവ കയറുന്നില്ല. വനത്തോട് വളരെ ചേർന്നാണ് ഈ ഫാം. പക്ഷേ എങ്കിൽ കൂടി 2-3 തവണ വന്ന പന്നികളെയൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. മറ്റൊന്ന് കർണാടക അതിർത്തിയിൽ പുൽപ്പള്ളിക്കടുത്ത് സീതാ മൗണ്ടിലും കടുവയുടെ സാന്നിധ്യമുണ്ട്. അവിടെയും ജനങ്ങൾ ഭീതിയിലാണ്. ഇത്തരത്തിൽ വയനാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ പ്രതിസന്ധികളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, കമലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കമൽ കഴിഞ്ഞ ദിവസം മുതൽ അവിടെ കേന്ദ്രീകരിക്കുകയാണ്. ഒപ്പം ഈ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും ഒക്കെ ശക്തമാകുന്നുണ്ട്. കരടിയെ പിടികൂടാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അവരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വന്യമൃഗ ഭീതി വലിയ തോതിൽ പലയിടങ്ങളിലും വർദ്ധിക്കുന്നു. കർഷകരൊക്കെ കടുത്ത ആശങ്കയിലാണ്. ഈ പനമരത്തൊക്കെയുള്ള വയനാടൻ മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ കുഞ്ഞുങ്ങളെ പോലും സ്കൂളിലേക്ക് പോലും അയക്കാൻ കഴിയാത്ത വിധം അവർ ഭീതിപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് നിലവിലെ അവസ്ഥ എന്ന് നമുക്ക് വിലയിരുത്താം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വയനാടിന്റെ സംഷാദ് മരയ്ക്കാർ തത്സമയം ചേരുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ കൂടി നമ്മോടൊപ്പം തത്സമയം കാര്യങ്ങൾ വിശദീകരിക്കാൻ ചേരുന്നുണ്ട്. സംഷാദ് മരയ്ക്കാർ, വയനാടിൻ്റെ ഈ വല്ലാത്ത ഒരു അവസ്ഥ, ഈ പനമരത്തെ അവസ്ഥ, ഈ കടുവാഭീതി ഉണ്ടായിട്ടുള്ള ഈ മുടക്കൊല്ലി മേഖല, ഇവിടേക്കുള്ള ആളുകളുടെ അവസ്ഥയാണ് പുതുതായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുപോലെ എത്രയെത്രയോ ഇടങ്ങളുണ്ട്. താങ്കൾ ഈ മേഖലകളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും ജനങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ അടിക്കടി ഇത്തരം ഒരു വലിയ ഒരു ഭീതി ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം? അത് കൈവിട്ടു പോകുന്ന അവസ്ഥയാണോ പലപ്പോഴും ഉള്ളത്?
വയനാട്ടിൽ നിലവിൽ വലിയ പ്രതിസന്ധിയാണ് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടൊക്കെ. താങ്കൾ പറഞ്ഞതുപോലെ മൂടക്കൊല്ലിയിൽ കടുവയുടെ പ്രയാസമുണ്ട്. ആന പനമരത്ത് കഴിഞ്ഞ ദിവസമാണ് ആനക്കൂട്ടം വന്ന് പോയ ഒരു പ്രയാസം. കർഷകർക്ക് നെല്ല് വലിയ രീതിയിൽ നഷ്ടം വരികയൊക്കെ ചെയ്തു. ഇപ്പോൾ കരടിയുടെ പ്രയാസമുണ്ട്. അങ്ങനെ വന്യമൃഗശല്യം വയനാട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ ഒരു സമയം ഇതിനെങ്ങനെ അതിജീവിക്കുമെന്നുള്ളതാണ് വയനാട്ടുകാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെ അതിജീവിച്ചേ പറ്റൂ. കാരണം അവിടെ ജീവിക്കണമെങ്കിൽ ഇതിനെ അതിജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്, അവരുടെ വിളകൾ. ഇന്നലെ മാനന്തവാടി ഒരാൾ 40ഓളം ചാക്കിൽ നെല്ല് സംഭരിച്ചു വെച്ചതാണ്. അത് തൊട്ടടുത്ത ദിവസം അത് കയറ്റി അയക്കാനുള്ളതാണ്. അന്ന് രാത്രിയാണ് ആന വന്ന 40 ചാക്ക് നെല്ലും തകർത്ത് കളഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ നഷ്ടം, അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഇതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ എഫേർട്ടാണ്. കാരണം നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുള്ളംകൊല്ലിയിൽ ഇപ്പോൾ കടുവയെ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കടുവ ഒരിക്കലും നമ്മളുടെ വയനാടിൻ്റെ ഒരു ഫോറസ്റ്റ് ടെറിട്ടറിക്കകത്തുള്ളതല്ല എന്നാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. സ്വാഭാവികമായി ചിലപ്പോൾ കർണാടകയിൽ നിന്ന് വന്നതാവാം. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നും വരുന്നതുണ്ട്, നമ്മളുടെ നാട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതുണ്ട്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഒരു പരിധിവരെ ലഘൂകരിക്കണമെങ്കിൽ ഈ കാടും നാടും വേർതിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. പക്ഷെ അതിനോടൊക്കെ ഉപരി വയനാട്ടിൻ്റെ കാടുകളിൽ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഈ അധിനിവേശ സസ്യങ്ങളുടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അത് കാര്യമായി എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഈ മഞ്ഞക്കൊന്ന പോലെയുള്ള, കമ്മ്യൂണിസ്റ്റ് പച്ച പോലെയുള്ള ഈ നമ്മളുടെ അധിനിവേശ സസ്യങ്ങൾ വലിയ തോതിൽ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി വയനാട്ടിലെ കാടുകളിൽ വളർന്നു വരികയും ഒരു സ്വാഭാവിക വനം എന്നുള്ള രീതിയിൽ നിന്ന് വനത്തിൻ്റെ പരിതസ്ഥിതി തന്നെ മാറിപ്പോകുന്ന സാഹചര്യം വയനാട്ടിലുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥയിൽ വന്ന മാറ്റം, ഇതൊക്കെ ഒരു പക്ഷേ മൃഗങ്ങൾ പുറത്തിറങ്ങുന്നതിന് ഒരു വലിയ കാരണമാകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ജനങ്ങളോട് ഈ കാരണങ്ങൾ നിരത്തല്ല വേണ്ടത്, അവരെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത്. അതിന് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രലി ആണെങ്കിലും എല്ലാവരും കൂടിയും ശ്രമിച്ചുകൊണ്ട്, പൂർണ്ണമായി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് ലഘൂകരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതിൽ ആത്മാർത്ഥത വയനാട്ടുകാരോട് ആരും കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും ശ്രീ സിയാർ നീലകണ്ഠൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകളാണ് കേട്ടത്. കാരണം അതിജീവനമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ ജനങ്ങളും മനുഷ്യനും വന്യജീവികളും തമ്മിൽ മല്ലടിക്കുന്ന ഒരു അവസ്ഥ, അത് വല്ലാണ്ട് അതിൻ്റെ തോത് ഉയർന്നു പോവുകയാണോ? വയനാട് നമ്മുടെ മുന്നിലുള്ള ഒരു ഏറ്റവും പുതിയ 1-2 ഇൻസിഡൻറ്റ് ഉദാഹരണമായി നിൽക്കുമ്പോൾ മറ്റ് മലയോര ഇടങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ, ആനയായാലും പുലിയായാലും കടുവയായാലും പന്നിയായാലും ഒക്കെ കാട്ടുപോത്തായാലും ഒക്കെ മനുഷ്യൻ്റെ ജീവിതത്തെ എന്ന് പറയുമ്പോൾ അവൻ്റെ ദൈനംദിനമായി അവൻ്റെ ചുറ്റുപാടുകൾ ക്രമീകരിക്കുന്ന അവൻ്റെ ജീവിത ഉപാധിയിൽ കർഷകന് പോലും അവിടേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, കുഞ്ഞുങ്ങളെ വിടാൻ കഴിയുന്നില്ല സ്കൂളുകളിലേക്ക്, പുരയിടത്തിലേക്ക് ഒന്ന് നെടുവീർപ്പോ അല്ലെങ്കിൽ അങ്ങനെ നെഞ്ചിൽ ഭാരവുമായി മാത്രമേ അവർക്ക് എത്താൻ കഴിയുന്നുള്ളൂ. വൈകിട്ട് തിരിച്ചെത്തുമോ എന്നൊക്കെയുള്ള ഭീതി. അപ്പോൾ അതിജീവനത്തിന് ഈ ജനതയ്ക്ക് മുന്നിൽ എന്താണ് വഴി? എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? പ്രത്യേകിച്ച് ഒരുപാട് നിയമങ്ങൾ അറിയാം, വന നിയമങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വനത്തിൻ്റെ ഒരു ഘടന അത് മാറുന്നുണ്ടോ? അതിനുള്ളിലെ ഈ മഞ്ഞക്കൊന്ന അധിനിവേശ സസ്യങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ ഉഷ്ണം, വനത്തിനുള്ളിലെ ആ ഒരു കാലാവസ്ഥാ രീതി, എന്തൊക്കെയായിരിക്കാം ഘടകങ്ങൾ? എങ്ങനെ നമുക്കിതിനെ ഒന്ന് ഒരു പരിധിവരെ അതിജീവിക്കാൻ കഴിയും? തീർച്ചയായിട്ടും വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് നിങ്ങൾ ചർച്ചയിൽ എടുത്തിട്ടുള്ളത്. അറിയാം, കേരളത്തിന്റെ പല ഭാഗത്തും വന മേഖലകളിലുള്ള പല ഭാഗത്തും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് കുറച്ച് പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ് ആ അർത്ഥത്തിൽ. ഇതിന് നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ പല കാരണങ്ങളും. ഒന്ന്, ഇത് വനത്തിന്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്. കാലാവസ്ഥാ മാറ്റം, വന്യജീവി സസ്യങ്ങൾ, അവിടെയുള്ള മറ്റു നാശം, ജൈവ വൈവിധ്യത്തിലെ മാറ്റം, ജലത്തിന്റെ ലഭ്യത, ഇതൊക്കെ അവിടെ ഒരു പ്രശ്നമാണ്. അവരുടെ ഒരു ബാലൻസ്, ഇതൊന്നും ബാലൻസ് എന്ന് പറഞ്ഞാൽ പ്രെഡേറ്ററും അതിന്റെ ഇരയും തമ്മിലുള്ള ഒരു ബാലൻസ് സ്വാഭാവികമായും നമ്മുടെ ഇതിലുണ്ടാവണം. അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഫലമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം നേരത്തെ. രണ്ടാമത്, മനുഷ്യരുടെ ചില ഇടപെടലുകളും ഇതിന് കാരണമായിട്ടുണ്ടാവാം എന്ന് ഞാൻ കാണുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പൊ ഞാൻ വനത്തിന് വളരെ അടുത്തല്ല, ഒരു 15 കിലോമീറ്റർ ദൂരെയാണ് ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലം, ഞാൻ എൻ്റെ ഒരു വീടുള്ള സ്ഥലം. അവിടെ പന്നി വരുന്നുണ്ട്. 15-20 കിലോമീറ്റർ ദൂരേക്ക് വരെ കാട്ടുപന്നി വരുന്നു, മയിൽ വരുന്നുണ്ട്, കുരങ്ങ് വരുന്നുണ്ട്. അപ്പോ അവിടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, അതുപോലെയുള്ള ചില സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല. വയനാട് യഥാർത്ഥത്തിൽ വനനാട് കൂടിയാണ്. അവിടെ കർഷകനും
അവിടുത്തെ സാധാരണ മനുഷ്യരും വനവും വന്യമൃഗങ്ങളും തമ്മിലുള്ള വലിയൊരു ബാലൻസ് നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ്. ആ ബാലൻസ് എങ്ങനെ തെറ്റി എന്നത് ഒന്നാമത്തെ കാര്യമാണ്. നമ്മൾ ആ കഥ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ് വളരെ ശരിയാണ്. നമ്മളിപ്പോ അതിന്റെ ചരിത്രമോ അതിന്റെ പരിസ്ഥിതി ശാസ്ത്രമോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ തീർച്ചയായും ഇതിന് പലതരത്തിലുള്ള പരിഹാരങ്ങൾ പല സ്ഥലത്ത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് സ്ഥലത്താണെങ്കിൽ കടങ്ങ് പോലെയുള്ള സ്ഥിതികളുണ്ട്, മറ്റ് കടവിയാത് പോലെയുള്ള സ്ഥലത്താണെങ്കിൽ മറ്റേ വൈദ്യുത വേലി പോലെയുള്ള പരിഹാരങ്ങളുണ്ട്, ചില സ്ഥലത്ത് റെയിലിന്റെ ഇത് ഉപയോഗിച്ചിട്ടുള്ള മതിൽ പോലെയുള്ള പരിഹാരങ്ങളുണ്ട്. അപ്പൊ ഇത് ശാസ്ത്രീയമായി ഓരോ പ്രദേശത്തെയും ഇത് എന്തുകൊണ്ട് ഇത് പഠിക്കാൻ ശ്രമിച്ച ഒരാളെന്നല്ല എനിക്ക് പറയാണ്, ഇതിന് ഒരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ എല്ലാ കാലത്തേക്കുള്ള പരിഹാരമില്ല. ഉദാഹരണത്തിന് നിങ്ങൾ വൈദ്യുത വേലി കെട്ടിയാൽ ആനയും അല്ലെങ്കിൽ കുരങ്ങ് പോലെയുള്ള ജീവികൾ, കുറെ കൂടി ബുദ്ധിമുട്ടുള്ള ജീവികൾ അതിനെ മറികടക്കുന്ന ചില രീതികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണങ്ങിയ ഇതുകൊണ്ട് ഈ ഉണങ്ങിയ തെരഞ്ഞെടുത്ത് വൈദ്യുത വേലി പൊട്ടിക്കുന്ന അങ്ങനെ പൊട്ടിച്ച കഥ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്കറിയാം. ശരി സിആർ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. കാരണം ക്ലാരിറ്റി പ്രശ്നമുണ്ട്, നെറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് ക്ലിയർ ആക്കിയ ശേഷം ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഒപ്പം സംഷാദിലേക്കും. മലയോര ജനതയെ ഭീതിയിലാഴ്ത്തുന്ന വന്യമൃഗ ശല്യം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതിഥികളുണ്ട്. അവരിലേക്ക് പോകും മുമ്പ് കോഴിക്കോട് മുക്കത്ത് വീട്ടുവളപ്പിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. വീട്ടുകാർ വിറക് എടുക്കാൻ പോയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. വനം വകുപ്പിന് കീഴിലുള്ള ദ്രുത പ്രതികരണ സേനയിലെ സന്നദ്ധ പ്രവർത്തകർ എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. അഗസ്ത്യമൊഴി തളപ്പറമ്പിലെ വീട്ടുവളപ്പിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. വന്യമൃഗ ഭീതിയിൽ മലയോര ജനത എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നുണ്ട്. ശ്രീ സംഷാദ് മരക്കാർ, കാരണം മലയോര ജനതയെ സംബന്ധിച്ചോളം ഒരുപാട് ഈ ജീവന്റെ ഭീതിക്കൊപ്പം തന്നെ അവരുടെ ഉപജീവന മാർഗത്തെ, പ്രത്യേകിച്ച് അവരിറക്കുന്ന കൃഷി, ആ കൃഷി രാവന്തിയോളം പണിയെടുത്തും കഷ്ടപ്പെട്ടും കടം മറിച്ചുമൊക്കെ തന്നെയാണ് അവർ കൃഷി ചെയ്യുന്നത്. അവരുമായിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ ഭീതി ഒന്നൊന്നായി പറയുന്നുണ്ട്. അവർക്ക് ഉണ്ടാകുന്ന ഈ മൃഗങ്ങൾ മൂലമുണ്ടാകുന്ന ശല്യം, പിന്നീട് അവർക്ക് കൃഷി ഇറക്കാൻ കഴിയാത്ത അവസ്ഥ, നഷ്ടപ്പെട്ട മുതൽ അത് തിരിച്ച് പിടിക്കണമെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടണം, അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ. പലപ്പോഴെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വനപാലകരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യസമയത്ത് എത്തുന്നില്ല പരാതി. പിന്നീട് ഈ പറയുന്ന ഈ വന്യമൃഗങ്ങളെ തടയാൻ വേണ്ടി നിർമ്മിക്കുന്ന വേലികൾ, റിഫ്ലക്ഷൻ വേലിയായാലും സൗരോർജ വേലി, അങ്ങനെ പല അതൊന്നും പര്യാപ്തമല്ല. പുതിയ സംവിധാനം അടക്കം വേണം, ഒരു പരിഷ്കരിച്ചുള്ള രീതി. അത് കാലാവസ്ഥയെ അറിഞ്ഞുകൊണ്ട്, മൃഗങ്ങളുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിവർത്തനത്തിലേക്ക് എത്തപ്പെടേണ്ടേ നമ്മൾ? ഇതിൽ നമ്മൾ കർഷകരുടെ നാശത്തിനുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പറഞ്ഞു. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇതുവരെ പൂർണ്ണമായി തുക ലഭിക്കാത്ത കുടുംബങ്ങളുണ്ട്. എങ്ങനെ മരണപ്പെട്ടാലും 10 ലക്ഷം രൂപയാണ് അനുവദിക്കുക. അതിൽ അനുവദിക്കപ്പെടാത്ത ആളുകളുണ്ട്. അന്ന് തർക്കമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് പറയും ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് താൽക്കാലിക ജോലി ഇപ്പോൾ നൽകാം, പിന്നീട് സർക്കാരിൻ്റെ കൂടി അനുമതിയോടുകൂടി അവർക്ക് സ്ഥിരപ്പെടുത്തുന്ന ജോലി നൽകാമെന്നൊക്കെ വയനാട്ടുകാരോട് സ്ഥിരം പറയുന്നതാണ്. അതൊന്നും ഒരു കാലത്തും നടക്കാറില്ല. ഇത് ഞങ്ങളും അവിടുത്തെ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ആ ഒരു സമയം വരുമ്പോൾ, ഒരു തർക്കം വരുമ്പോൾ പെട്ടെന്ന് ആ തർക്കത്തെ പരിഹരിക്കാനുള്ളൊരു മാർഗ്ഗമായി അത് പറഞ്ഞു പോകും. അതിനോടൊപ്പം ഈ കർഷകരുടെ നഷ്ടപരിഹാരം, ഞാൻ കുറുക്കമൂല എന്ന് പറയുന്ന ഒരു പ്രദേശം ഒരു വർഷം മുമ്പ് അവിടെ ഒരു കടുവ ഇറങ്ങുകയും 7 ദിവസത്തോളം 144 പ്രഖ്യാപിക്കുകയും ചെയ്തൊരു പ്രദേശത്തെക്കുറിച്ചൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടുത്തെ കർഷകർക്ക് പാല് സൊസൈറ്റിയിൽ കൊണ്ടുകൊടുക്കാൻ പറ്റിയില്ല, അവരുടെ കാപ്പി പറിക്കാൻ പറ്റിയില്ല, അവർക്കൊരു വിളവെടുക്കാൻ പറ്റാതെ അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചു. അന്ന് അവിടുത്തെ കർഷകർ ആവശ്യപ്പെട്ടതാണ് നമുക്ക് ആ നഷ്ടം സർക്കാർ തരണമെന്നുള്ളത്. കാരണം സർക്കാരിൻ്റെ ഈ കടുവയെ പിടിക്കുന്നത് വരെ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിയ ഒരു പ്രതിസന്ധിയാണ്. നമ്മൾ ജില്ലാ വികസന സമിതി, ജില്ലയിലെ ഏറ്റവും വലിയ ഉന്നതമായ ബോഡിയാണ്, MLA മാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കലക്ടറും ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നതാണ്. ആ മീറ്റിങ്ങിന് നമ്മൾ തീരുമാനിച്ചു ഇവർക്ക് ആനുപാതികമായൊരു നഷ്ടം കൊടുക്കണമെന്ന് പറഞ്ഞ് സർക്കാരിലേക്ക് കത്തയച്ചു. ആ കത്ത് കിട്ടി 3-ാമത്തെ ദിവസം മുതൽ തീരുമാനം വന്നു, 1 രൂപ പോലും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഈ സമീപനമാണ് വയനാട്ടുകാരോട് കാണിക്കുന്നത്. പിന്നെ വനം വകുപ്പ് മന്ത്രി സ്വാഭാവികമായി വയനാട്ടിൽ വരും. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് കടുവയെ പിടിച്ച് ജനങ്ങളുടെ പ്രതിസന്ധി എല്ലാം തീരുമ്പോൾ അദ്ദേഹം അവിടെ വന്ന് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ച്, ഒരു സർവകക്ഷി യോഗം വിളിച്ച് പിരിഞ്ഞു പോവുക എന്നുള്ളത് ഒരു പ്രഹസനമായി വയനാട്ടിൽ നടക്കാറുണ്ട്. ഇപ്പോൾ കടുവയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മൂടക്കൊല്ലിയിൽ ഇഷ്യൂവിന് ആരും വന്നിട്ടൊന്നുമില്ല. അവിടെ ഒരു മരണം സംഭവിച്ചു, ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം അതേ സ്ഥലത്ത് തന്നെ 3 തവണ കടുവ വരികയും പന്നി ഫാമിൽ നിന്ന് പന്നികളെ കൊണ്ടുപോവുകയും ചെയ്തു. ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ട് ഒരു മീറ്റിംഗ് പോലും ആ ജില്ലയിൽ നടക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
50 കോടി രൂപയാണ് കേരളത്തിലെ മുഴുവൻ വന്യമൃഗശല്യവും പരിഹരിക്കാൻ വനം വകുപ്പ് കഴിഞ്ഞ ബഡ്ജറ്റിൽ നീക്കി വെച്ച തുക. ആ 50 കോടിയെ 14 ജില്ലയിലേക്ക് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ വയനാട് ജില്ലയ്ക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 1,20,00,000 രൂപ വേണം 1 കിലോമീറ്റർ കൽമതിൽ നിർമ്മിക്കാൻ. ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു വർഷം 3 മുതൽ 4 കോടി വരെ കിട്ടിയ 4 കിലോമീറ്റർ കൽമതിൽ നിർമ്മിക്കാനാണ് ആ ജില്ലയെ കഴിയുക. ആ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ളത്. അപ്പോൾ എന്ത് സമീപനമാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വിഷ്വൽ കാണിക്കുന്നുണ്ട്. എനിക്ക് ആ വിഷ്വൽ കാണുമ്പോൾ വയനാട്ടിലെ വേറൊരു അവസ്ഥ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ കാണിക്കുന്ന വിഷ്വലിൽ ഈ കടുവയെ തെരഞ്ഞോ കരടിയെ തെരഞ്ഞോ പോകുന്ന ഫോറസ്റ്റുകാരുടെ കയ്യിൽ ഒരു ലാത്തി മാത്രമേ കാണുള്ളൂ. വേറെ ഒന്നും കാണാൻ നിങ്ങൾക്ക് പറ്റില്ല. ചിലപ്പോൾ ഒരു ഷീൽഡ് കൂടെ ഉണ്ടാവും. എത്ര എക്യുപ്പൈഡ് ആണ് നമ്മളുടെ ഫോറസ്റ്റ് വകുപ്പ് എന്നുള്ളത് ഈ ഫോറസ്റ്റ് മന്ത്രിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം വയനാട് ജില്ലയെ സംബന്ധിച്ചുള്ള ഒരു RRT ആണ് നമുക്കുള്ളത്. ഈ RRT വയനാട് ജില്ലയിലും വേണം. പാലക്കാട് അടക്കം ചില ഇഷ്യൂസ് വരുമ്പോൾ നമ്മളുടെ RRT ആണ് വയനാട്ടിൽ നിന്ന് വരുന്നത്. ഇപ്പം 3-4 സ്ഥലത്ത് ഇപ്പോൾ മേപ്പാടിയിൽ പുലി എന്ന് പറയുന്നു, കരടിയുടെ പ്രശ്നമുണ്ട്, കടുവയുടെ പ്രശ്നമുണ്ട്, ആനയുടെ പ്രശ്നമുണ്ട്. ഈ ഒരു സംവിധാനത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഉള്ള ഫോറസ്റ്റ് സംവിധാനം വെച്ചാണ്. അവർക്കൊരു ആധുനികമായ ഒരു സജ്ജീകരണവും നൽകുന്നില്ല. അവർക്ക് സഞ്ചരിക്കാൻ മതിയായ വാഹനം കൊടുക്കാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഇവർ വരുന്നില്ല എന്നുള്ളൊരു കാരണമുണ്ട്. ഇവരുടെ എതിർഭാഗത്ത് നിന്നുള്ള ഇവരുടെ പ്രശ്നങ്ങൾ ജനങ്ങളുമായി ഇവരെപ്പോഴും തർക്കത്തിലാണ്. അതൊക്കെ ഞാൻ ഒരു ഭാഗത്ത് നോക്കി. ഇപ്പോൾ തെർമൽ ഡ്രോൺ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ഈ രാത്രി കാലങ്ങളിൽ തെരച്ചിലിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ മൃഗങ്ങൾ പോകുന്നതിന് മേലെ ഡ്രോൺ പറത്തി കണ്ടുപിടിക്കാം. നമ്മുടെ ജില്ലയിൽ അതില്ല. കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 3 സ്ഥലത്ത് കടുവ ഇറങ്ങി ഞങ്ങൾ പ്രതിസന്ധിയിലാവും. കാരണം ഞങ്ങൾക്ക് ആകെ 7 കൂടാണ് കടുവയെ പിടിക്കാനുള്ളത് ജില്ലയിൽ. ഒരു സ്ഥലത്ത് 2-3 വെക്കേണ്ടി വന്നാൽ പിന്നെ കടുവ ഇറങ്ങുന്ന സ്ഥലത്ത് കൂടുമായി പോകുന്നൊരവസ്ഥ. ഇത്രയും പരിതാപകരമാണ് അവിടുത്തെ ഇടപെടൽ. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആകെ ഉണ്ടായൊരു തീരുമാനം. സംഷാദ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് താങ്കൾ പറയുന്നത്. കാരണം ഇത് വനമന്ത്രി കേൾക്കേണ്ടതാണ്, സർക്കാർ കേൾക്കേണ്ടതാണ്. കാരണം കാരണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് കാര്യങ്ങൾ ബോധ്യമുണ്ട്. അവിടുത്തെ അവസ്ഥ നമ്മളൊക്കെ മറ്റിടങ്ങളിൽ നിന്ന് സംസാരിക്കുകയാണ്. അവിടെ ഉള്ളിലേക്ക് ഇറങ്ങി അവിടുത്തെ പ്രശ്നങ്ങളാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്. എത്രത്തോളം പരിതാപകരമാണെന്ന് ഓർക്കണം. നമ്മളവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവിടുത്തെ ജനതയെ. കാരണം അവർക്ക് അവരുടെ ജീവന് വേണ്ടി യാചിക്കുകയാണ്. ഒരു തരത്തിലും 1 ഇഞ്ച് പോലും വനഭൂമി അപഹരിക്കപ്പെടരുത്. ഒപ്പം തന്നെ ഈ ജനതയെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഒരു സർക്കാരിനില്ലേ. ആ സർക്കാർ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ സമയത്തിനനുസരിച്ച് സമയോചിതമായ രീതിയിൽ ഒരു പരിവർത്തനപ്പെടുന്നില്ല. ഈ സംവിധാനങ്ങൾ, ഈ സിസ്റ്റം മാറുന്നില്ല എന്ന ഈ ആരോപണത്തിന് കഴമ്പുണ്ടോ സിസിആർ? സിആർ നീലകണ്ഠൻ കേൾക്കാമെങ്കിൽ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതായത് അദ്ദേഹം പറഞ്ഞത് 100% 101% ശരിയാണ്. കാരണം അദ്ദേഹം ഇടയിൽ ജീവിക്കുകയാണ്. വളരെ ശാസ്ത്രീയമായ, വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഉദാഹരണത്തിന്, ഈ വന്യമൃഗങ്ങളുടെ സംരക്ഷണം സർക്കാരിനാണ്, ഫോറസ്റ്റ് വകുപ്പിനാണ്. അതുകൊണ്ട് എന്ത് തരത്തിലുള്ള ഡാമേജ് ഉണ്ടായാലും അതിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അത് ഏത് സർക്കാർ എന്നുള്ളതല്ല, സർക്കാരിന് ബാധ്യതയുണ്ട്. കാരണം ഇത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടുണ്ടായ ഒരു ഡിസാസ്റ്ററാണ്. അതിന്റെ നാച്ചുറൽ ഡിസാസ്റ്റർ എന്നതിനെ പറയാനേ പറ്റില്ല. കാരണം വന്യമൃഗങ്ങൾ സർക്കാർ സംരക്ഷിക്കുന്ന വനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഡിസാസ്റ്ററിന്റെ 100% ഉത്തരവാദിത്വവും സർക്കാരിനുണ്ടായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് അവരുണ്ടാകുന്ന നഷ്ടം അത് തടയാനുള്ള സംവിധാനം നേരത്തെ പറഞ്ഞില്ലേ, ഒരു ശാസ്ത്രീയമായ സംവിധാനമില്ല, ആയുധങ്ങളില്ല. ഇപ്പൊ ഡ്രോൺ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഒരു വിഷമമില്ലാത്തൊരു കാര്യമാണ്. ഒരു ടെക്നോളജിക്കൽ അത്ഭുതമൊന്നും ആവശ്യമില്ല തെർമൽ ഡ്രോൺ എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് സംവിധാനങ്ങൾ, ഇപ്പൊ ആയുധങ്ങൾ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ നേരിടാൻ ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്നുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞു പണത്തിന്റെ കാര്യം. യഥാർത്ഥത്തിൽ നമ്മുടെ വനം സംരക്ഷിക്കാൻ ഇത്ര പൈസ നമുക്ക് കൊടുക്കാനുള്ളൂ. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക്, ഞാൻ ഉദ്യോഗസ്ഥന്മാർ വേണ്ടെന്നില്ല, അവർക്ക് കൊടുക്കുന്ന ശമ്പളവും നേരെ മറിച്ച് അത് കണക്കാക്കിക്കൊണ്ട് തന്നെ അതിനാനുപാതികമായി പറഞ്ഞതുപോലെ കാലാവസ്ഥാ മാറ്റം അനുസരിച്ച് വനത്തിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ പറഞ്ഞതുപോലെ കിടങ്ങുകളോ മതിലുകളോ മറ്റ് വേലികളോ വൈദ്യുതികളോ ഒക്കെ സൃഷ്ടിക്കാനോ വേണ്ട പണം സർക്കാർ കണ്ടെത്തിയേ പറ്റൂ. കാരണം വനം സംരക്ഷിക്കുക സർക്കാരിന്റെ കടമയാണ്. അതുപോലെ തന്നെ കടമയാണ് മനുഷ്യന്റെ ജീവനും സ്വത്തും കൃഷിയും സംരക്ഷിക്കുക. അതിനേക്കാൾ കൂടുതൽ അവർ പറയുന്ന അവരുടെ രീതിയുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ വീടിനടുത്ത് കടുവ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഏതർത്ഥത്തിലാണ് ഞാൻ രാത്രി കിടന്നുറങ്ങുക? ഈ പറഞ്ഞ പോലെ വീടിനകത്ത് കയറി ഭക്ഷണം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആന നെല്ലെടുത്ത് കൊണ്ടുപോകുന്നു. നമ്മൾ അരിക്കൊമ്പന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച ചെയ്തതാണ്. യഥാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷിക്കുക, വനം സംരക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുക. ശരി, തീർച്ചയായും അതാണ് പോയിന്റ്. ശ്രീ സിആർ, ഒപ്പം തന്നെ സംഷാദ് മരക്കാർ ഈ ചർച്ചയിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി.
ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കടുവയും കരടിയും പുലിയും കാട്ടുപോത്തും ആനയും പന്നിയും ഒക്കെ മലയോര ജനതയുടെ ജീവിതം ചവിട്ടി മെതിക്കുമ്പോൾ സർക്കാർ കാഴ്ചക്കാരായി നിൽക്കാൻ പാടില്ല. വയനാട്ടിലെയും എല്ലാ മലയോര മേഖലയിലെയും ജനങ്ങളുടെ ജീവിതത്തിന് സുരക്ഷ വേണം, അവരുടെ സ്വത്തിനും സുരക്ഷ വേണം.